ടെർമിനോളജീസ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് മാർക്കറ്റ് ആണ്. ഇത് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഏരിയാസ് ആവാനാണ് സാധ്യത, ഓൾറെഡി അറിയാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ മതിയാവും. പക്ഷേ ഈ ഏരിയാസിനെ മാക്സിമം എന്ത് ചെയ്യാം, മാക്സിമം ഇതിനെക്കുറിച്ചിട്ട് മാക്സിമം റീഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് എത്രത്തോളം, കാരണം എന്താ വെച്ചാൽ ഇത് ഒരു പ്രാക്ടിക്കലി ഇല്ല, അല്ലെങ്കിൽ പ്രോബ്ലം നമ്മൾ പറഞ്ഞ റേഷ്യോസ് അനാലിസിസിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഈ ടെർമിനോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം ഏരിയാസിനെ കുറിച്ചിട്ട് എത്രത്തോളം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ അത്രത്തോളം ഈ കാര്യങ്ങളെ നമ്മളുടെ ഒരു കൺവീനിയൻസ് സോണിലേക്ക് കൊണ്ടുവരിക. ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കഴിഞ്ഞ സമയത്ത് നമ്മളത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. എന്നാൽ പോലും ജസ്റ്റ് മാക്സിമം ഇതിനെ ഈ ഏരിയാസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു മിനിറ്റ്, ഈ ഒരു ഏരിയാസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വെയിറ്റേജ് ഒന്നും വലിയതില്ല. കാരണം എക്സാം മീൻസ് നമ്മുടെ വെയിറ്റേജിൻ്റെ ഏരിയാസ് ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ വെയിറ്റേജ് ഒന്നും ഇല്ലാത്ത ചാപ്റ്ററാണ്. പക്ഷെ അവിടെ വെയിറ്റേജ് ഇടാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ടല്ല അത് ഇടാതിരിക്കുന്നത്, പക്ഷേ ഈ ഏരിയാസ് മറ്റ് ചാപ്റ്റേഴ്സിലും കൂടെ കയറി വരുന്നത് കൊണ്ടാണ് അവിടെ വെയിറ്റേജ് കൂടുതൽ കൊടുക്കാതിരിക്കുന്നത്. ഓക്കെ, then ഇനി നോക്കാം എന്താണ് ഈ ഒരു ഏരിയയുടെ ഒരു തീം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് സെർട്ടൈൻ ടെർമിനോളജീസ് ഇൻ ഇക്വിറ്റി മാർക്കറ്റ്, ഡെപ്റ്റ് മാർക്കറ്റ്, പിന്നെ ടൈപ്പ് ഓഫ് ബോൺസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഏരിയയിൽ കുറച്ച് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ശരിക്കും നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഇക്വിറ്റി മാർക്കറ്റിനാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുക. പക്ഷേ വേൾഡിലെ ഏത് മാർക്കറ്റ് എടുത്താലും ഇക്വിറ്റി മാർക്കറ്റ് അല്ല ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ്, ഡെപ്റ്റ് മാർക്കറ്റാണ്. നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഡിസ്കഷന് ഡെപ്റ്റ് മാർക്കറ്റിൽ കൊടുക്കാറില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത് ഡെപ്റ്റ് മാർക്കറ്റിനും കൂടിയായിരിക്കും. അല്ലെ അവർ ഒരു പ്രോമിനൻറ്റ് മിക്സ് ആയിരിക്കും, നല്ല മിക്സ് ആയിരിക്കും എടുക്കുക. കാരണം അത് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഡെപ്റ്റ് എത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് പോർട്ട്ഫോളിയോയിൽ. കാരണം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവണം, കാരണം അതേപോലെ ഫണ്ടിൽ ലോസ് ഉണ്ടാവാതെ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോനെ മാനേജ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഡെപ്റ്റ് മാർക്കറ്റിലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിൽ നമുക്ക് കുറച്ച് ഡെപ്റ്റ് റിലേറ്റ് ചെയ്ത കുറച്ച് സെനാരിയോസും, പിന്നെ ബോണ്ട് മാർക്കറ്റ്, ബോണ്ട് മീൻസ് ഈസ് എ പാർട്ട് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ബോണ്ടിനെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസ്കഷനുമാണ് എടുക്കാനുള്ളത്. അപ്പം മൂന്ന് ടേക്ക് അവേസ്, അല്ലെ 2 പാർട്ടാണെന്ന് വേണേൽ പറയാം, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. അപ്പോൾ അതിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇക്വിറ്റി എടുക്കും. പിന്നീട് ഒരു 2 സെഷൻ കൊണ്ട് നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റും കവർ ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു സിംഗിൾ ഡിസ്കഷനിൽ ഡെപ്റ്റ് മാർക്കറ്റ് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു ടു സെഷൻസ് ആയിട്ട് നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റും കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇക്വിറ്റി റിലേറ്റഡ് ആയില്ല. ഇത് ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ട് നോർമലി നമ്മൾ ഏതൊരു ഷെയറും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഷെയർസിൻ്റെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, PE റേഷ്യോ തന്നിട്ടുണ്ട്, അതേപോലെ പ്രൈസ് ബുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ PE ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് തന്നിട്ടുണ്ട്, ROE ഉണ്ട്, അതേപോലെ EPS ഉണ്ട്, ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, ബുക്ക് വാല്യൂ ഉണ്ട്, ഫേസ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ചെറിയൊരു പിക്ചർ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടോ ഈ ഒരു ഷെയറിനെ കുറിച്ചിട്ടോ നമുക്ക് ലഭിക്കൂലേ? അപ്പോൾ അത് ശരിക്കും ഈ ഒരു ഏരിയ, അപ്പോൾ ഇതിൽ നമുക്ക് PE റേഷ്യോ എന്താണ്, അതേപോലെ ഇൻഡസ്ട്രിയൽ PE എന്താണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്, അങ്ങനത്തെ ടേം ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടല്ലേ അത് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഇനി ഈ ഏരിയസിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, അല്ല ഈ ചാപ്റ്ററിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഒരു മീൻസ് ഇമ്പോർട്ടൻസ്.
അപ്പോൾ പക്ഷേ ഈ ചാപ്റ്റർ നമ്മളൊരു 1 hour 2 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഈ ഏരിയാസ് ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു 5th 6th ചാപ്റ്റേഴ്സിലൊക്കെ 6th 7th ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കി ജസ്റ്റ് സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക നന്നായിട്ട്. പിന്നെ പക്ഷേ ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഈ ഏരിയാസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രൈമറി എയിം എന്നുള്ളത് ഈ ഒരു സ്ക്രീൻഷോട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 1 by 1 ആയിട്ടാണ് നമ്മൾ എടുത്ത് പോകാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് വരുമ്പോൾ ഫസ്റ്റ് വണ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ നമുക്കറിയാലോ എന്തായിരുന്നു ഫേസ് വാല്യൂ എന്നുള്ളത് അല്ലേ? നോമിനൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരൊരു നോമിനൽ വാല്യൂ ആണ്. അതായത് കമ്പനീസിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിലൊക്കെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഷെയറിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിനാണ് നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ എന്ന് പറയാം. ഇപ്പോൾ ഫേസ് വാല്യൂവിലാണ് അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇനീഷ്യൽ സ്റ്റേജിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഈ നോമിനൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ആയി കണക്ട് ചെയ്ത പിന്നെയുള്ളൊരു വാല്യൂ പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോർമലി 3 സർക്കംസ്റ്റാൻസസിലാണ് ഇഷ്യൂ ചെയ്യുക. അത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പാർ, പ്രീമിയം, ഡിസ്കൗണ്ട് അല്ലേ? ഫേസ് വാല്യൂവിൽ തന്നെ ദ സെയിം എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പാർ. ദെൻ മീൻസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രീമിയം. ഓർ ദ നെക്സ്റ്റ് സെനാരിയോ എന്നുള്ളത് ലോവർ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് നമുക്ക് എന്തായാലും അറിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി പിന്നീട് എപ്പോഴാണ് ഒരു ചേഞ്ചസ് ഉണ്ടാവുക ഇൻ ഫേസ് വാല്യൂ? എപ്പോഴായിരുന്നു നമ്മൾ ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സെനാരിയോസ് ഉണ്ടായത്? സ്പ്ലിറ്റും കൺസോൾട്ടേഷൻ എന്നുള്ള 2 കേസസിൽ മാത്രമാണ് ഫേസ് വാല്യൂ ചേഞ്ച് ആവുക. ബാക്കി എല്ലാ കേസസിലും ഫേസ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പം കമ്പനീൻ്റെ സ്പ്ലിറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ ദ മീനിങ് ഓഫ് സ്പ്ലിറ്റ് എന്നുള്ളത് എന്താണ്? ദാറ്റ് മീൻ ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർ ദാറ്റ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്തു, അത് ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിൻ്റെ ഫേസ് വാല്യൂ ബിഫോർ സ്പ്ലിറ്റ് 10 രൂപ ആയിരുന്നു. ഇപ്പോൾ അത് 1 രൂപ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അവർക്ക് ബിഫോർ സ്പ്ലിറ്റ് 1 ഷെയർ ഉണ്ടായിരുന്ന ആളിന് ഇപ്പോൾ 10 ഷെയർ ഉണ്ടാവും. ഓക്കെ, ബിഫോർ സ്പ്ലിറ്റ് അവരുടെ ഷെയർ പ്രൈസ് 1000 rupees ആയിരുന്നു. സ്പ്ലിറ്റ് നടന്ന ദിവസം ആ ഒരു അക്കൗണ്ട് ഹോൾഡറിന് ആളുടെ ടോട്ടൽ വാല്യൂ 1000 rupees തന്നെയാണുള്ളത്. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് 10 ആയി മാറും, പെർ ഷെയർ വാല്യൂ 100 ആയിട്ട് മാറും. അത്രയും ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫേസ് ആണ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അതായത് മാർക്കറ്റിലെ ലിക്വിഡിറ്റി റെഡ്യൂസ് ചെയ്യുക. സ്പ്ലിറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൺസോൾട്ടേഷൻ. എന്ത് ചെയ്യുന്നു, ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത ഷെയർസ് ആവാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് നടക്കാത്ത ഷെയർസ് ആവാം. അപ്പം ഒരു 10 ഷെയർസിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺസോൾട്ടേഷൻ എന്നാണ് പറയുക. എന്തിനാണ് കൂടുതൽ ഷെയർസ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പവർ കോൺസെൻട്രേറ്റ് ചെയ്യാം, മാനേജ്മെന്റ് പവർ എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ അത്തരം ഫേംസ് ഹൈ ലിക്വിഡിറ്റി എക്സ്പെക്ട് ചെയ്യുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണമെന്ന് എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കമ്പനീസിന് ഫേസ് വാല്യൂസ് അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ത് ചെയ്യാം, കൺസോൾട്ടേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഫേസ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാകുന്ന സെനാരിയോ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സെനാരിയോയിലൊക്കെ ഡിവിഡൻഡിൻ്റെ ഒരു ബേസ് പോയിന്റ് എന്നുള്ളത് ഈ ഫേസ് വാല്യൂ ആയിരിക്കും. കാരണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിന് അഗെയിൻസ്റ്റ് അല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എന്താ പറയുക, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഏതെങ്കിലും ഷെയർ
ഷെയർ പ്രൈസ് ഒരു 10 റുപ്പി അല്ല, ഒരു ഷെയർ പ്രൈസ് കറന്റ് മാർക്കറ്റിൽ ഒരു 10,000 റുപ്പീസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഡിവിഡൻഡ് ചിലപ്പോൾ 3 രൂപയോ 4 രൂപയോ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഫേസ് വാല്യൂ ചിലപ്പോൾ 10 റുപ്പി ആയിരിക്കും ഉണ്ടാവുക. ആ 10 റുപ്പീസിന് അഗെയിൻസ്റ്റ് ആണ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് അത് വളരെ ചെറിയ വാല്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത്ര ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഇനി നെക്സ്റ്റ് വാല്യൂ ബുക്ക് വാല്യൂ എന്തായിരിക്കും? കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ബുക്ക് വാല്യൂ? എന്തായിരുന്നു ബുക്ക്? അതെ അത് തന്നെ, ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റി ആണ്. അതിനെ നമുക്ക് ഒരു സിംപ്ലി ആ ലോജിക്ക് നമുക്ക് എത്രയായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി ഇന്ന് സെല്ല് ചെയ്ത് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടാൻ സാധ്യതയുണ്ട്? അപ്പോൾ നോർമലി ഇന്ന് ആ കമ്പനി സെല്ല് ചെയ്ത് അല്ല എന്തെങ്കിലും ലിക്വിഡേറ്റ് ചെയ്ത് എല്ലാ ഡെപ്റ്റും മീറ്റ് ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാനുണ്ടാവും എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അത് നോക്കുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും, ബാക്കി എല്ലാ അസറ്റ്സും മീറ്റ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനി ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, ഷെയറിൻ്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണോ അല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ നമ്മൾ അത്ര കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ മാർക്കറ്റ് പെർഫോം ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോവിഡിന് ശേഷം 2021, 2022 മോശമായി, പിന്നെ പെർഫോം ചെയ്തു. 2023 മാർക്കറ്റ്, 2023 2024 ഫസ്റ്റ് ഫേസിലും മാർക്കറ്റ് അതിഭീകരമായിട്ടാണ് കയറിയത്. അങ്ങനെ മാർക്കറ്റ് കയറുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിലെ ഷെയർസിൻ്റെ ഒക്കെ വാല്യൂ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത സമയത്ത് വളരെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് ഓട്ടോമാറ്റിക്കലി ഫെയർ വാല്യുവേഷനിലേക്ക് വരും. അതിന് എന്തെങ്കിലും ഒരു റീസൺ മതിയാവും. ശരിക്കും അതിനുള്ള റീസൺസ് ആണ്, ആ റീസൺസ് ആണ് പിന്നീട് ഇപ്പോൾ മാർക്കറ്റിൽ വന്ന ചെറിയ ചെറിയ വാറുകളും, അതേപോലെ തന്നെ മറ്റ് മാർക്കറ്റ് കുറച്ചും കൂടെ, ഇപ്പോൾ ചൈനയിൽ നമ്മളുടെ സെയിം ടൈമിൽ ഒരു 24 ലാസ്റ്റിലൊക്കെ അവർ ഓൾറെഡി ഒരു ഫെയർ വാല്യൂവിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവർ സൈക്ലിക്കൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്ത് അടുത്ത മാർക്കറ്റിലിടും, അടുത്ത മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് അടുത്ത മാർക്കറ്റിലിടും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പതുക്കെ പുറത്തെ മാർക്കറ്റിലേക്ക്, ചൈനയിലേക്കൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം അവിടെ ഫെയർ വാല്യൂ ആണ്, ഇന്ത്യയിൽ ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ ഓവർ വാല്യൂവിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് കുറേ അധികം സമയം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വലിയ റിട്ടേൺ തരാതെ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ താഴേക്ക് ഇറങ്ങിയ മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇക്വിറ്റി മാത്രം ഓൺ ചെയ്ത ഒരാളിന് ഇപ്പം 0% റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് വാല്യൂ ഭയങ്കര ഹൈ ആയുള്ള കമ്പനീസിൽ ഒരു ഷോർട്ട് ടേം പേർപ്പസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ചിലപ്പം ബുക്ക് വാല്യൂ മാത്രം നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ബുക്ക് വാല്യൂവിനെ മറ്റ് ഫാക്ടേഴ്സും കൂടെ ഒക്കെ അനലൈസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാം. പക്ഷെ അപ്പോഴും ബുക്ക് വാല്യൂ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാത്രം നമുക്ക് വെക്കാം. ഓവർ വാല്യൂഡ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി ബുക്ക് വാല്യൂവിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. കാരണം നമുക്ക് പെർ ഷെയറിൻ്റെ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് ഇക്വിറ്റി പ്ലസ് റിസർവ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നെറ്റ് വർത്ത് നേരത്തെ പറഞ്ഞ അസറ്റ് മൈനസ് ലാബിലിറ്റി ചെയ്താലും, ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി ചെയ്താലും നമുക്ക് ഈ ഇക്വിറ്റി പ്ലസ് റിസർവ്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സ്പേസ് എന്നുള്ളത് മാർക്കറ്റ് വാല്യൂ ആണ്. നെക്സ്റ്റ് വണ് മാർക്കറ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. എന്തായിരുന്നു മാർക്കറ്റ് വാല്യൂ?
കറന്റ് പ്രൈസ്, കറണ്ട്, കറന്റ് വാല്യൂ. അതെ കറണ്ട് വാല്യൂ അല്ലേ? ഓക്കെ. ഇപ്പോൾ കറണ്ട് വാല്യൂ നമുക്ക് അവിടെ എങ്ങനെയാണ് കറണ്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക? അതേപോലെ നമുക്ക് കറണ്ട് വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അത് സിമ്പിൾ അല്ലേ, അതിന് വലിയ ഇതൊന്നും ഇല്ലല്ലോ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോ അല്ലെങ്കിൽ കറണ്ട് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പെർ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ടൈം എടുക്കുന്നില്ല. ദെൻ ഇനി ജസ്റ്റ് ഒരു കോൺസെപ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു അസറ്റ് ഡിസ്ട്രോയിഡ് ആയി ഡാമേജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ഒരു പ്ലാന്റ് മാറ്റി പുതിയത് നമുക്ക് എന്ത് ചെയ്യണം, റീകൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ട ടൈമിൽ നമുക്ക് പുതിയൊരെണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ എടുക്കുന്ന എക്സ്പെൻസസിനെയാണ് ശരിക്കും എന്ത് വിളിക്കുന്നത്, റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം നമുക്ക് ചില ഷെയർസ് എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ആ വാല്യൂ ജസ്റ്റ് കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് റീപ്ലേസിങ് ആൻ ആസെറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഡാമേജ് ഓർ ഡിസ്ട്രോയ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഡാമേജ് ഓർ ഡിസ്ട്രോയ് മാത്രമല്ല നമ്മൾ റീപ്ലേസ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്, ഓവർ വാല്യൂഡ് ആയുള്ള ഷെയർസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ഫേസിലുള്ള ഡിസ്കഷൻസിൽ നമുക്ക് വരും. ഓക്കെ, then ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഇൻട്രൻസിക് വാല്യൂ. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്, എപ്പോഴും കൺഫ്യൂസിങ് ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. എന്താ കേട്ടിട്ടുണ്ടായിരുന്നു ഇൻട്രൻസിക് വാല്യൂ എന്ന്? ഫെയർ ആയിട്ടുള്ള ഒരു വാല്യൂ പോലെ. ഓവർ പ്രൈസ് ആണോ, അവിടെ നമുക്ക് അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊക്കെ അറിയാൻ അതെ വാല്യൂ ബേസ് ചെയ്താണ്. അതെ ഇൻട്രൻസ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് ഫിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ ഇനി എന്താണ് ഈ ഇൻട്രൻസിക് വാല്യൂ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടോ? അതെ. അപ്പോൾ അല്ല, നമുക്ക് മാർക്കറ്റിൽ രണ്ട് വാല്യൂ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നേരത്തെ പറഞ്ഞല്ലോ, ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ ഫെയർ വാല്യൂഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് മാർക്കറ്റ് വാല്യൂയും ഇൻട്രൻസിക് വാല്യൂയും കൂടെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂയും ഇൻട്രൻസിക് വാല്യൂയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം, ഇന്ന് ആ ഷെയർ പർച്ചേസ് ചെയ്യാൻ എത്ര പൈസ വേണമെന്നുള്ളതാണ്, ദാറ്റ് ഈസ് എ മാർക്കറ്റ് വാല്യൂ. ഇനി ഇൻട്രൻസിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ ആ ഷെയർസിന് എന്ത് പ്രൈസ് ഉണ്ടാവാനാണ് സാധ്യത, അതിൻ്റെ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ് ഇൻട്രൻസിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ ഷെയർസിലേക്ക് എത്ര അപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കറണ്ട് റിട്ടേണും പിന്നെ ഡിവിഡൻഡ് പോലെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത്തരം പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു അസറ്റിൽ നിന്ന് ആ ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എത്ര റിട്ടേണിൻ്റെ സാധ്യത ഉണ്ട്, അത് ഏത് രീതിയിലുള്ള റിട്ടേണും ആവാം, അതിൻ്റെ ആ റിട്ടേണിനെ നമ്മൾ കറണ്ട് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തതിനെയാണ് സിംപ്ലി ഇൻട്രൻസിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ 5 വർഷം കഴിയുമ്പോൾ ഡിവിഡൻഡ് ഇത്രയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് കിട്ടുമല്ലോ വാല്യൂ ടേബിളിൽ നിന്ന്. ആ ഡിസ്കൗണ്ട് വാല്യൂ ഉപയോഗിച്ചിട്ട് പ്രസന്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ വാല്യൂ മാർക്കറ്റ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂവും മാർക്കറ്റ് വാല്യൂവും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ ആ ഷെയർ ഒരു ഫെയർ വാല്യൂ ആണ്. ആ ഫെയർ വാല്യൂ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ബിസിനസ്സിലും മാനേജ്മെൻറ്റിലും ഒക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത്തരം ഷെയർസ് നമുക്ക് ബൈ ചെയ്യാം, ഹോൾഡ് ചെയ്യാം. ഇനി അടുത്തൊരു സെനാരിയോ, ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഇത്രയുണ്ട്, ഇൻട്രൻസിക് വാല്യൂ എന്താണ്, മാർക്കറ്റ് വാല്യൂവിനേക്കാൾ താഴെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും സെനാരിയോ?
അണ്ടർ വാല്യൂഡ് ആണ്, നമുക്ക് ആ ഷെയർസ് വാങ്ങാം. അതല്ല നെക്സ്റ്റ് ഇനി തിരിച്ചാണ് സെനാരിയോ എങ്കിലോ ഓവർ വാല്യൂഡ് ആണ്, നമുക്കത് സെല്ല് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. അപ്പം ഇത്ര ഓർത്താൽ മതി, നമുക്ക് എപ്പോഴും മാർക്കറ്റ് വാല്യൂ ഇൻട്രൻസിക് വാല്യൂയും കൂടെ ഈക്വൽ ആവുന്ന ഒരു സെനാരിയോയിൽ നമുക്കത് ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. അപ്പം ഒരു ഷെയർ ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ മാർക്കറ്റ് ഇൻട്രൻസിക് വാല്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അതേപോലെ തന്നെ ഇനി അത് വാങ്ങണോ വിൽക്കണോ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ നോക്കിയാൽ മതി. കോൺസെപ്റ്റ് ഇത്രയാണ്. മാർക്കറ്റ് വാല്യൂ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് കേസിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പക്ഷെ ഇപ്പോൾ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക, ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഇൻഫ്ലോസിനെയൊക്കെ പ്രസന്റിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തതാണ്. ആ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ഫ്യൂച്ചറിൽ ഓരോ വർഷം ഇത്ര 10%, 20% റിട്ടേൺ ഉണ്ട്, ഡിവിഡൻഡ് വേറെ ലഭിക്കാനുണ്ട്, അതെല്ലാം കൂടെ പ്രസന്റിലേക്ക് അവർ എന്ത് ചെയ്യും, ഫ്യൂച്ചറിലെ വാല്യൂവിനെ പ്രസന്റിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂവും മാർക്കറ്റ് വാല്യൂവും കൂടെ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളെ ഡിസിഷൻ എടുക്കാനുള്ള കീ പോയിന്റ്സ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് റിലേറ്റ് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് എപ്പോഴും വരുന്നത് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ്. ദെൻ അതിൽ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപിറ്റലൈസേഷൻ അറൗണ്ട് ഒരു 60 to 65, 60, അത് ഡെയിലി മാറിക്കൊണ്ടിരിക്കും. ഒരു 65 to 69% വരെ ഇന്ത്യൻ ക്യാപിറ്റൽ, 69 ഇല്ല, ലെസ് ദാൻ 69% വരുന്നത് എന്താണ്, ലാർജ് ക്യാപ് കമ്പനീസ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന സമയത്ത് ഒരു 50% എങ്കിലും ലാർജ് ക്യാപ്പിൽ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത് ഈ ലാർജ് ക്യാപ്പ് ഒരു 100 കമ്പനീസ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത്. പിന്നെ അതേപോലെ നെക്സ്റ്റ് മിഡ് ക്യാപ്പിൽ അറൗണ്ട് ഒരു 15 to 17% വാല്യുവേഷൻ ഉണ്ട്. സ്മോൾ ക്യാപ്പിലും അത്ര തന്നെ വാല്യുവേഷൻ ഉണ്ട്. കാരണം സ്മോൾ ക്യാപ്പിൽ ഇത്ര ഇല്ല, സ്മോൾ ക്യാപ്പിൽ കുറച്ചും കൂടെ താഴെയാണ് ഇപ്പോൾ വാല്യുവേഷൻ ഉള്ളത്. സ്മോൾ ക്യാപ്പിൽ ഇതേപോലെ നമ്പർ ഓഫ് കമ്പനീസ് അല്പം കൂടുതലുണ്ടല്ലോ. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മുടെ ഒരു നമുക്കൊരു ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ് നമ്മളെ റിട്ടേൺ വരേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിട്ടേൺ ആണ്, അതൊരു ആവറേജ് റിട്ടേൺ ആണ്. അത്തരം റിട്ടേൺ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു 15 മുതൽ 20% റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഒരു 60 മുതൽ 60% വരെ ലാർജ്, ഒരു 20 to 25, 30% വരെ മിഡ്, അതിന് ബാലൻസ് എമൗണ്ട് ഒരു സ്മോൾ എന്നുള്ള രീതിയിൽ അലോക്കേഷൻ കൊടുത്താൽ തന്നെ നമുക്ക് ലഭിക്കും. ഇനി മിഡിലും സ്മോളിലും എമൗണ്ട് വർദ്ധിപ്പിച്ചാൽ റിട്ടേണിൻ്റെ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇൻകേസ് എപ്പോഴെങ്കിലും മാർക്കറ്റ് താഴേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ അത് നമ്മളെ നന്നായി തന്നെ ആ വോളറ്റിലിറ്റി നമ്മുടെ പോർട്ട്ഫോളിയോനെ എന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നോർമലി നമ്മളൊരു വേൾഡിൻ്റെ ഫിഗർ നമ്മൾ പറഞ്ഞു, US ആണ് മാർക്കറ്റിൽ ലീഡിങ് കമ്പനി. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത് അറൗണ്ട് ഒരു $5 trillion ആണ്. $5 trillion ആണ് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ. ഇപ്പോൾ ഈ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മോർഗൻ സ്റ്റാൻലി അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് ഒരു ഗ്ലോബൽ ഇത് പറയുമ്പോൾ അത്തരം കേസസിലേക്ക് നമുക്ക് പോവാം. അപ്പം അതേപോലെ ഇപ്പോൾ അറൗണ്ട് ചൈനയിൽ വരുന്ന സമയത്ത് ഒരു 13-14 trillion ആണ് ചൈനയുടെ എക്കണോമി വരുന്നത്. അപ്പോൾ പിന്നെ ജപ്പാൻ വരുന്ന സമയത്ത് ഇപ്പം അത് 5-6 ആയിരുന്നു, അതെനിക്ക് തോന്നുന്നു 7ലേക്കൊക്കെ 6 to 7 trillion എക്കണോമിയാണ്. പിന്നെ അത്ര തന്നെയാണ് ഹോങ്കോങ്ങിൻ്റെ എക്കണോമി, അതേപോലെ അറൗണ്ട് വരുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമി കുറച്ച് കാലമായിട്ട് ആ 5ൽ തന്നെ സ്റ്റക്കാണ്. പിന്നെ അതിന് താഴെയുള്ള ഇപ്പോൾ UK, ഫ്രാൻസ്, അത്തരം എക്കണോമീസ് ഒക്കെ തന്നെ ഒരു 3-4 trillion എക്കണോമീസ് ആണ്, 3 trillion എക്കണോമീസ് ആണ്, 3 to 4 trillion എക്കണോമീസ് ആണ്.
പിന്നെ പിന്നെ ജർമ്മൻ, കാനഡ, തായ്വാൻ ഇവരൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 2.5 ട്രില്യൺ എക്കണോമീസുമാണ്. ഇതിന് താഴേക്കുള്ള എമേർജിങ് മറ്റ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഇത്ര തന്നെ ഇവർക്കും ഉണ്ട്. നമ്മുടെ ബ്രസീൽ അങ്ങനത്തെ എമേർജിങ് എക്കണോമീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ പുറത്തുള്ള ഏതൊക്കെ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ത്യയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം നമ്മളൊരു ഇൻ്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ കുറേയും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ എമേർജിങ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് താഴെയുള്ള ഇപ്പോൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ അത്തരം കൺട്രീസിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. അവിടെ നമുക്കൊരു ഹൈ റിസ്ക്കും ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഈവൻ ദോ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് ഫണ്ട് തിരിച്ച് കിട്ടാതെ വരും. കാരണം അവിടെ ഡൊമിസൈൽ റിസ്ക് എന്ന് പറയും. ആ കൺട്രിയിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഫർ ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോറിൻ ഏത് കേസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആ ഡൊമിസൈൽ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല റിലേഷൻസ് നിർത്തുന്ന കൺട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അതേപോലെ ബംഗ്ലാദേശ് പോലത്തെ എമേർജിങ് കമ്പനീസ് അല്ല, അതിനേക്കാൾ താഴെയുള്ള കമ്പനീസിൽ നമ്മൾ ഒട്ടും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ദെൻ എമേർജിങ് കമ്പനീസിൽ നിന്ന് നമുക്ക് നല്ല എമേർജിങ് കൺട്രീസിൽ നിന്ന് കമ്പനീസിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എപ്പോഴും നല്ലത് ഇപ്പോൾ ഇതേപോലെ US പോലെയുള്ള കൺട്രീസ്, പിന്നെ അതേപോലെ ഏഷ്യയിൽ നമുക്ക് ഇപ്പം ചൈനയിലുള്ള മെയിൻ പ്രശ്നം നമുക്കൊരു ഡൊമിസൈൽ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ നന്നായി വരുന്ന സമയമാണ്. ഇപ്പോൾ ചൈന, ജപ്പാനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അതേപോലെ ഏഷ്യയിൽ കൊറിയ, തായ്വാനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ യൂറോപ്പിൽ എന്നുള്ള രീതിയിൽ നമുക്ക് UK, അതേപോലെ ജർമ്മൻ, ഫ്രാൻസ് ഇത്തരം മാർക്കറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എടുത്തു. ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് ജിയോഗ്രഫി എന്നുള്ള രീതിയിൽ അപ്പോൾ US അതിൽ പ്രോമിനൻസ് കൊടുക്കുക. പിന്നെ യൂറോപ്പിലും അതേപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിനെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഡൈവേഴ്സിഫിക്കേഷൻസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ട് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് എന്റർപ്രൈസ് വാല്യൂ ആണ്. ഈ എന്റർപ്രൈസ് വാല്യൂ എന്നുള്ളത് മറ്റ് പല കാൽക്കുലേഷൻസിൻ്റെയും ഒരു ബേസ് പോയിന്റും കൂടിയാണ്. ഇപ്പോൾ എന്റർപ്രൈസ് വാല്യൂ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റർപ്രൈസ് വാല്യൂ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതും എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം എന്റർപ്രൈസ് വാല്യൂ എന്ന് സിംപ്ലി ചോദിച്ചാൽ ഇറ്റ്സ് ഓവറോൾ വാല്യൂ ഓഫ് ബിസിനസ് ആണ്. ടോട്ടൽ നമ്മുടെ ബിസിനസിന്റെ ഒരു ടോട്ടൽ വാല്യൂ എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ഇതേപോലെ ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ് പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ആണ്. അവിടെ ഡെപ്റ്റും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്ത് വയ്ക്കുക. വാല്യൂ ഓഫ് ഇക്വിറ്റി, കോമൺ ഇക്വിറ്റി, നോർമൽ ഇക്വിറ്റി പ്ലസ് ഈ വാല്യൂ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും മൈനർ ആയുള്ള ഏതെങ്കിലും ഇൻട്രസ്റ്റ് എവിടുന്നെങ്കിലും നമുക്ക് വരാനുണ്ടെങ്കിൽ അതാണ്. ഓക്കെ. പിന്നെ അതേപോലെ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് പ്രിഫറൻസ് ക്യാപിറ്റൽ. പിന്നെ അതേപോലെ ഡെപ്റ്റ് ഫണ്ടുകൾ. ഇപ്പം നമ്മുടെ ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ടുകളായി, ഒരു ഫേമിലേക്ക് വന്ന ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ടുകളായി, മൈനസ് നമ്മുടെ ക്യാഷ് ഓർ ക്യാഷ് റിലേറ്റഡ് ക്യാഷ് ഈക്വലന്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. അതാണ് നമ്മുടെ ഒരു ടോട്ടൽ ഫേമിന്റെ വാല്യൂ. ആ ഒരു നമുക്കിത് ഏതൊക്കെ പോയിന്റ്സിലാണ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലോങ് ടേം നമ്മളൊരു ലോങ് ടേം കമ്പനീസിനെ അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ കമ്പനി വാല്യൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രസന്റ് എന്താ ചെയ്യുന്നതിനപ്പുറം കമ്പനിയുടെ ഒരു വാല്യൂ. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും നല്ല ക്യാപിറ്റലൈസേഷൻ ഉള്ള നല്ല വേർത്തായുള്ള കമ്പനീസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാം.
അതിന് പകരം പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വന്ന പുതിയ കമ്പനീസിൽ പലരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് പോകേണ്ടി വരുന്നതും മാർക്കറ്റിൽ നിന്ന് വേണ്ട രീതിയിലുള്ള റിട്ടേൺ എടുക്കാൻ പറ്റാത്തതും. പക്ഷേ നമ്മൾ ഒരു വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റർ ആവാൻ ശ്രമിക്കുക. ആ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സെനാരിയോയിൽ നമുക്ക് ഈ ഒരു എന്റർപ്രൈസ് വാല്യൂ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, കാൽക്കുലേഷൻ പോയിന്റ് ഓർത്ത് വെക്കുക. നമുക്ക് ആ കാൽക്കുലേഷൻ്റെ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് അധികം പോകുന്നില്ല, നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ കാൽക്കുലേഷൻസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏർണിംഗ് പെർ ഷെയർ ആണ്. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ ക്ലിയർ ആണല്ലോ. ഏർണിംഗ് പെർ ഷെയർ അതായത് എന്താണോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. അപ്പോൾ ഒരു ഫേം ഈ വർഷം ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇത് നമ്മളെ കയ്യിലേക്ക് വരണമെന്നൊന്നുമില്ല. ഈ പൈസ നമുക്ക് ആരും തരുമോ ഒന്നുമില്ല. പക്ഷെ എന്തായിരിക്കും, ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു സമാധാനത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഈ ഫേം ഈ വർഷം ഇത്ര ഏണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമ്മളൊരു ഷെയർ ഹോൾഡർ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നോർമലി എന്താണ്, നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു 10 to 20% ഒക്കെ റിട്ടേൺ തരുന്ന കമ്പനിയാണെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാമല്ലോ. അവിടെ പ്രോഫിറ്റബിൾ ആണ് എല്ലാ വർഷവും, അപ്പോൾ നമുക്ക് നല്ല ROI കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഏർണിംഗ് പെർ ഷെയർ എന്നുള്ള കാൽക്കുലേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഏർണിംഗ് പെർ ഷെയർ നമുക്ക് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഏർണിംഗ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത്തരം കമ്പനീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഏർണിംഗ് പെർ ഷെയർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇപ്പോൾ EPS ബേസ് ചെയ്തിട്ടുള്ള പല കാൽക്കുലേഷൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീമെറിറ്റ് ഇതാണ്, ആ കാൽക്കുലേഷൻസ് ഇപ്പോൾ പ്രോപ്പർ ഏർണിംഗ് ഇല്ലാത്ത കമ്പനീസ് ഉണ്ടാവുമല്ലോ, ഏർണിംഗ് ആവാത്ത, പക്ഷെ ഫ്യൂച്ചറിൽ അത് സക്സസ്ഫുൾ ആവാൻ പോകുന്ന കമ്പനീസ് ആയിരിക്കും. അത്തരം കമ്പനീസിന്റെ അനാലിസിസിന് ഏർണിംഗ് ബേസ് ചെയ്തിട്ടുള്ള കേസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ EPSന്റെ സെനാരിയോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. EPS ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 1-2 എക്സാമ്പിൾ ഒക്കെ ഇട്ടായിരുന്നു. നമുക്ക് ഓൾറെഡി അത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചെയ്യാം. പിന്നെ ഓക്കെ, അതിൻ്റെ ഒരു വാല്യൂ പോയിന്റ് ഇപ്പോൾ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഇല്ല. നമുക്ക് EPS ഇത്രയാവുന്നതാണ് നല്ലത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. എപ്പോഴും യൂഷ്വലി ഹയർ ആയുള്ള EPS ആണ് എപ്പോഴും ഒരു ബെറ്റർ പെർഫോമിങ് കമ്പനീനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ ഇൻഡസ്ട്രിയൽ ആവറേജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കമ്പയർ ചെയ്യുക. അതായിരിക്കും നമ്മളൊരു ഡിസിഷൻ പോയിന്റ് എന്നുള്ളത്. പിന്നെ അതേപോലെ അതിൻ്റെ എപ്പോഴും EPS പാസ്റ്റ് EPSന് ഈക്വലൻ്റ് ആയുള്ള EPS നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ EPSുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഇതൊന്നും തന്നെ ഒരു പുതിയ കമ്പനിയിൽ നമ്മൾ EPS നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ EPS ആവുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിക്കലി വർക്ക് ചെയ്ത ഒരു ഫേമിൽ മാത്രമാണ് EPS എന്നുള്ള കോൺസെപ്റ്റ് വർക്ക് ചെയ്യുക ശരിക്കും. then next one is just ഒരു നോളജിന് ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ എന്നുള്ളത് കറന്റ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇത് പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ പെർസെൻറ്റേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഗെയിൻസ്റ്റ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ ആണ്. ഓക്കെ, കാരണം അത് ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ ഒരു 10%, ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ അറ്റ് 10% എന്ന് പറഞ്ഞാൽ അത് പലരും ആ കാൽക്കുലേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ അത് കൺസിഡർ ചെയ്യാറ് മാർക്കറ്റ് വാല്യൂവിന് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ മാർക്കറ്റ് വാല്യൂവിന് എഗെയിൻസ്റ്റ് അല്ല, ഇറ്റ് ബേസ്ഡ് ഓൺ എ ഫേസ് വാല്യൂ ആണ്. ആ ഫേസ് വാല്യൂവിനെ അത് ഓർത്ത് വെക്കുക. പലപ്പോഴും അതൊരു മിസ് ലീഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറാറുണ്ട്. ഓക്കെ.
ദെൻ ഇനി ഈ ഒരു ഏരിയയിൽ പിന്നെ നമ്മളൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മീൻസ് പോയിന്റ് ആണ് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. പക്ഷേ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയിൽ ഗ്രോത്ത് എന്നുള്ള കേസസ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റബിൾ അല്ലാത്ത ബിസിനസ്സിന് കാൽക്കുലേഷൻസ് പോസിബിൾ അല്ല. ഇത് പ്രോഫിറ്റബിൾ ബിസിനസ്സിൻ്റെ എന്താണ്, നമ്മളൊരു 1 റുപ്പി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു 1 റുപ്പി പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എന്താണ് നമുക്ക് കൺസിഡറബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോർമലി കമ്പയർ ചെയ്യുന്നത് EPS മാർക്കറ്റ് പ്രൈസും ആയിട്ടാണ്. EPS നമുക്കറിയാം ഏർണിംഗ് പെർ ഷെയർ ആണ്. നമ്മൾ ഒരു ഷെയറിന്ന് എന്താണ് നമ്മൾ ഏൺ ചെയ്തത്, നെറ്റ് പ്രോഫിറ്റും നമ്പർ ഓഫ് ഷെയർസും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഏർണിംഗ് പെർ ഷെയർ കിട്ടിയത്. അപ്പോൾ ആ ഏർണിംഗ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസും ഇപ്പോഴത്തെ ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസും ഏർണിംഗ് പെർ ഷെയർ EPS തമ്മിലാണ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ EPS കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ റേഞ്ച് എന്നുള്ളത് ഒരു 20 to 25 എന്നുള്ള രീതിയിലൊക്കെ EPS ഉള്ള കമ്പനീസ് നമുക്ക് കൺസിഡറബിൾ ആണ്. എന്നാൽ പോലും ഇതിന് ഇങ്ങനെ ഒരു 20 to 25 എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഇല്ല. അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഓപ്ഷൻ എന്നുള്ളത് ഡിഫറെൻറ്റ് കമ്പനീസും ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയും ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എന്നാലും നമുക്ക് കൺസിഡറബിൾ ആണ് ഒരു 20 to 25 ഉള്ള റേഞ്ചിലൊക്കെ. 25 എബവ് 30-40 ഒക്കെ ആണെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ്. അതിനേക്കാൾ താഴെയാണെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്. ഒരു അണ്ടർ വാല്യൂഡ് കേസ് എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ മറ്റ് ഫാക്ടേഴ്സും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. കാരണം ഇതൊന്നും ഒരു സിംഗിൾ പാരാമീറ്റേഴ്സ് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. പക്ഷെ ഒരു പാരാമീറ്റർ മാത്രമാണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. നമുക്കത് നോക്കാം. ഇനി അതേപോലെ പ്രൈസ് ടു ഏർണിംഗ് ഗ്രോത്ത് റേഷ്യോസ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യണം. അവിടെ ഗ്രോത്തും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ അത് കമ്മിങ് സെഷൻസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിംപ്ലി ഈ PE റേഷ്യോ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചധികം കമ്പനീസിൻ്റെ PE റേഷ്യോസ് ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, Nifty 50 ഇൻഡെക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിലേക്ക് ഈ PE റേഷ്യോ ഒക്കെ ഈ മൊഡ്യൂളിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ ബേസിക് ഉണ്ടാക്കാം. അതിനുശേഷം നെക്സ്റ്റ് അത് നാളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, അടുത്ത ദിവസം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ PE റേഷ്യോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ PE റേഷ്യോൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ദെൻ പിന്നീട് PE റേഷ്യോൻ്റെ കാൽക്കുലേഷൻ തന്നെ ജസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. മാർക്കറ്റ് പ്രൈസ് 20 ആണ്. ഇപ്പോൾ ഏർണിംഗ് പെർ ഷെയർ 10 ആയിരുന്നു. അപ്പോൾ ദെൻ EPS എന്താ വരുന്നത്, 20 ആണ് വരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദ ഇൻവെസ്റ്റർ വില്ലിംഗ് ടു പേ 20 rupees ഫോർ എവരി 1 rupee ഓഫ് എ ഏർണിംഗ് എന്നുള്ളതാണ്. നമ്മൾ 1 രൂപ ഏർണിംഗ് ഉണ്ടാക്കാൻ ഇവിടെ 20 rupees പേ ചെയ്യണം. അപ്പോൾ പക്ഷേ ഇനി ഇത് ഒരു 30-40 ആവുന്ന സമയത്ത് നമ്മൾ 1 rupee ഏൺ ചെയ്യാൻ 40 rupees പേ ചെയ്യേണ്ട സെനാരിയോസ് ആയിരിക്കും ഉണ്ടാവുക. അതൊരു ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. പക്ഷേ അതിനി അണ്ടർ പ്രൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും ചിലപ്പം. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ റേഷ്യോ എന്നുള്ള രീതിയിൽ ഒരു 20 to 25 നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തീരെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല വില കുറഞ്ഞ് കിട്ടും. പക്ഷേ സെനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രോത്ത് പൊട്ടൻഷ്യലും അതേപോലെ കുറവാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ദെൻ ഇനി ഇതേപോലെ മറ്റൊരു പ്രൈസ് പോയിന്റ് ആണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഇവിടെ മാർക്കറ്റ് പ്രൈസും ആനുവൽ സെയിൽസും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇത്രയേ ഉള്ളൂ. കമ്പനീസിൻ്റെ ഷെയർസിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ കമ്പനീസിൻ്റെ സെയിൽസും മാച്ച് ചെയ്തിട്ടാണോ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് വലിയൊരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു എന്ത് ചെയ്യാം, സെയിൽസും
മാർക്കറ്റ് ക്യാപ്പും നമുക്കൊരു ഒരു ഫെർദർ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്കത് കമ്പയർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. കാരണം ഇതെപ്പോഴും ഇതൊരു മാച്ചിങ് കോൺസെപ്റ്റ് ആവണമെന്ന് ഇല്ല. കാരണം മാർക്കറ്റ് പ്രൈസും സെയിൽസും, കാരണം ഇപ്പോൾ സെയിൽസ് കുറവുള്ള സ്റ്റാർട്ടപ്സിനൊക്കെ ഇതൊരു എന്താണ്, അവർക്ക് ഇതൊക്കെ ഒരു ലിമിറ്റേഷൻ ആണ്. അവിടെ നമുക്ക് അനലൈസ് ചെയ്യാൻ സെയിൽസ് റേഷ്യോസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏർലി സ്റ്റേജ് ബിസിനസ്സിനൊന്നും ഈ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്നുള്ളൊരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യില്ല. കാരണം അതൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഓൾറെഡി മാർക്കറ്റിലെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ കമ്പയർ ചെയ്യാം. കാരണം ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത് പ്രധാനപ്പെട്ടതാണ്. ഈവൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾ സെയിൽസ് വരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിലെ വളരെ പുറകിലുള്ള ഒരു മാനുഫാക്ചർ ആയിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, ഇപ്പോഴത്തെ ടിയാഗോ അല്ലെങ്കിൽ ടിഗോർ ഇതൊക്കെ വരുന്നതിന് മുൻപേ ടാറ്റയുടെ വണ്ടീനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഓക്കെ, അതിനു മുൻപേ ഇപ്പം ഇൻഡിക്ക, ബോൾട്ട്, അങ്ങനെ കുറേ വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക്. ഇൻഡിക്കൊക്കെ കുറേ പഴയ വണ്ടിയാണ്. ആ സമയത്ത് മന്ത്ലി ഒരു 5,000-6,000 വെഹിക്കിൾസ് ആയിരുന്നു മാക്സിമം അവർ സെല് ചെയ്തുകൊണ്ടിരുന്നത് മന്ത്ലി ഓൾ ഓവർ ഇന്ത്യ. ആ സമയത്ത് അവരുടെ ഒരു മാർക്കറ്റ് പൊസിഷനും 7-8, 6-7, കാറിന്റെ കേസിൽ 6-5, 6-7 ഒക്കെ ആയിരുന്നു അവരുടെ ഒരു പൊസിഷൻ എന്നുള്ളത്. ഇപ്പം നോക്കുന്ന സമയത്ത് മാരുതിയാണ് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള സെല്ലേഴ്സ്. അറൗണ്ട് ഒരു 1,60,000, 1,50,000, 1,60,000 എന്നുള്ള റേഞ്ചിൽ മന്ത്ലി അവർ കാറുകൾ വിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ലർ ഇതേപോലെ ഹുണ്ടായി ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ. അറൗണ്ട് ഒരു 50-60 അവർ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് താഴെ ഇതേപോലെ മഹേന്ദ്ര, മറ്റ് പ്ലേയേഴ്സ് ഒക്കെ അതിന് താഴെ ഉണ്ട്. അവരൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയെ വിൽക്കുന്നുള്ളൂ. ഫോക്സ് വാഗൺ, മഹേന്ദ്ര, ഇങ്ങനെ ആര് എടുത്താലും വളരെ ചെറിയ ക്വാണ്ടിറ്റികൾ വിൽക്കുന്ന സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് സെല്ലേഴ്സ് പല മന്ത്സിലും ടാറ്റ മോട്ടോഴ്സ് ആണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരം ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ആനുവൽ സെയിൽസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്ക് യൂസ്ഫുൾ അല്ല. ഇതേപോലെ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള ഇൻഡസ്ട്രീസിൽ നമുക്കിത് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്നുള്ളത് മാർക്കറ്റ് ക്യാപ് ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് സെയിൽസ് ആണ്. ആനുവൽ ടോട്ടൽ സെയിൽസ് മൈനസ് റിട്ടേൺസ് ആണ് ആനുവൽ നെറ്റ് സെയിൽസ്. ഓക്കെ, then next one is a price to book ratio. അപ്പോൾ പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബുക്ക് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് വാല്യൂ എന്നുള്ളത് എന്താണ്? നെറ്റ് വർത്ത് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. അപ്പം ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസ്, ആ പ്രൈസിന് അത്ര തന്നെ വാല്യൂ എന്തിനുണ്ടോ, നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ? അതായത് ഇത്ര ആലോചിച്ചാൽ മതി, ഞാനൊരു 100 രൂപ കൊടുത്ത് ഷെയർ വാങ്ങുകയാണ്, ഇന്ന് കമ്പനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 100 രൂപ തിരിച്ചു കിട്ടുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, പല കമ്പനിയിലും നമുക്കത് തിരിച്ചു കിട്ടില്ല. കാരണം വളരെ ഓവർ വാല്യൂഡ് ആണ്. ഇപ്പം സൊമാറ്റോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇത് കുറച്ച് താഴേക്ക് വന്നത്. അപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻ ഇതാണ്, കോൺസെപ്റ്റ് അതാണ്, മാർക്കറ്റ് വാല്യൂയും ബുക്ക് പ്രൈസും തമ്മിലുള്ള കമ്പാരിസണ്. ഇനി ഇവിടെ ഓർത്ത് വയ്ക്കുക, കറന്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ. അപ്പോൾ ബുക്ക് വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ഇൻ കേസ് നെറ്റ് വർത്ത് ആണ്. ഇനി അത് പെർ യൂണിറ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിനോട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇത് ടോട്ടൽ വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ തന്നെയാണ് കിട്ടുക. പക്ഷെ ആ സമയത്ത് ഇപ്പോൾ ഇത് 2 രീതിയിലുള്ള കാൽക്കുലേഷൻസ് വരും. ഒന്ന്, നിങ്ങൾക്ക് ബുക്ക് വാല്യൂ, ടോട്ടൽ ബുക്ക് വാല്യൂ ആണ് തന്നെന്ന് വിചാരിക്കുക. അത് പെർ വാല്യൂയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ബുക്ക് വാല്യൂ എടുക്കാം. പക്ഷെ അതിന് പകരം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുക്കേണ്ടത് ടോട്ടലാണ്. ഇനി നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്നിട്ടുള്ളത് പെർ വാല്യൂലാണ്.
ബുക്ക് വാല്യൂ തന്നിട്ടുള്ളത് ടോട്ടലാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടെങ്കിൽ ബുക്ക് വാല്യൂ അതായത് നെറ്റ് വർത്തിന് അല്ലെ ബുക്ക് വാല്യൂവിനെ എന്ത് ചെയ്യുക നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിനോട് ഡിവൈഡ് ചെയ്ത് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ സൈഡ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അത് നെക്സ്റ്റ് മൊഡ്യൂളിലാണ് വരുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഇത് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്നും കൂടെ ഇപ്പം ഇത്രയും ഏരിയാസ് ആണ് ഇവിടെ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. വേറെ അപ്പോൾ ജസ്റ്റ് ഈ ഏരിയാസ് ഒന്ന് ബ്രീഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം, നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഡെപ്റ്റും കൂടെ ഇതേപോലെ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ നമുക്ക് എന്തിൽ വരും, ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരും. ഇതെല്ലാം നമുക്ക് പ്രോബ്ലത്തിന് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കിത് നമ്മുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് വരുന്ന സമയത്ത് അതിൽ കമ്പനി അനാലിസിസ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട്. ആ കമ്പനി അനാലിസിസിൽ 2 പാർട്ടാണ്. അതിൽ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ ഈ റേഷ്യോസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾറെഡി 10:30 ആയി. അപ്പോൾ ടെർമിനോളജീസ് ആണ് നോക്കിയിട്ടുള്ളത്, അതൊന്നും കൂടെ ചെക്ക് ചെയ്യാം. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ IPOയുടെ 1 ഇയറിൻ്റെത് 24-ൻ്റെത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡാറ്റ പോയിന്റ്സ് ഒന്ന് അതായത് നിഫ്റ്റി 50 ഡാറ്റാസ് ഒന്ന് ട്രാക്ക് ചെയ്ത് തുടങ്ങുക. അതും കൂടെ എനിക്കൊന്ന് ഈവനിങ് ആകുമ്പോഴേക്കും അയക്കാം. ദെൻ ഈ ഒരു ഡാറ്റ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇന്ന് നമുക്ക് ആഫ്റ്റർനൂൺ ഡിസ്കഷൻ ഇല്ല, കാരണം ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പുറത്ത്. അതുകൊണ്ട് ഇന്ന് ആ ഡാറ്റ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ച് എനിക്കൊന്ന് സെൻഡ് ചെയ്തിട്ടാൽ മതി. ബാക്കി നമുക്ക് നാളെ 9:30 തന്നെ ഇരിക്കാം. നാളെ പിന്നെ എനിക്ക് മറ്റേ ഇതില്ലോ പ്രൊജക്ടിന്റെ വൈവേ നാളെ വരുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നാളത്തെ അത് 11:30 കുഴപ്പമില്ല. 11:30 നമ്പറാണ്. 11:30 അവിടെ എത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് രാവിലെ അങ്ങനെയാണെങ്കിൽ മോർണിംഗ് സെഷൻ എടുത്തിട്ട് നമുക്ക് പോയാലോ? അല്ല, അതായത് എവിടെയായിരുന്നു താമസിക്കുന്നത്? എവിടെയായിരുന്നു? താമരശ്ശേരിയാ. 10:30 കറക്റ്റ് 10:30 ഇറങ്ങണ്ട്. 10:30 നമുക്ക് നല്ലൊരു കുറച്ചുകൂടി ടൈം നേരത്തെ ആക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 8:30 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 9:30 ഉള്ളിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്താലോ? ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നാൽ സെക്കൻഡ് ഡിസ്കഷൻ്റെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്നാൽ ഫസ്റ്റ് ഡിസ്കഷൻ എന്തായാലും 8:30 to 9:30 എടുക്കാം. ഓക്കെ, ശരി. എന്നാൽ പ്രൊജക്റ്റ് നന്നായി പ്രസന്റ് ചെയ്യും. പ്രൊജക്റ്റ് നോക്കിയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യും എന്തായാലും. ശരി, ഓൾ ദ ബെസ്റ്റ്.